ചില ബിസിനസ്സുകൾ പൊളിയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് അറിയാം? അവരെ വലിയ വിജയിച്ച പ്രോഡക്റ്റുകളാണ്. ആ വിജയിച്ച പ്രോഡക്റ്റുകളോട് അവർക്ക് വലിയൊരു മൊഹബത്ത് ഉണ്ടാവും, വലിയൊരു സ്നേഹം ഉണ്ടാവും. ആ പ്രോഡക്റ്റ് മാറ്റാനോ ആ രീതി മാറ്റാനോ തയ്യാറാവില്ല. ഇപ്പം ഫോർഡിൻ്റെ കാര്യത്തിൽ ഫോർഡിനെ ബിസിനസ്സിൽ തകർച്ചയിലേക്ക് കൊണ്ടുപോയത് എന്താ പറയുക? മോഡൽ ടി എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായി, വലിയ വിജയം. അത് തുടക്കത്തിൽ അത് വലിയ വിജയം, ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാറായിരുന്നു. അപ്പോൾ അന്നത്തെ കോമ്പറ്റീറ്റേഴ്സായി പലരും അതിനേക്കാളും മികച്ച കാറുകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഫോർഡിനോട് പലരും പറഞ്ഞു മാറ്റൂ എന്ന് പറഞ്ഞു. ഫോർഡ് എന്താണെന്ന് വെച്ചാൽ ഫോർഡിന് മോഡൽ ടി വിട്ട് കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. നോക്കിയയുടെ കേസിൽ നമുക്കറിയാം, നോക്കിയ ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള മൊബൈൽ മാനുഫാക്ചറർ ആയിട്ട് മാറി നിൽക്കുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ സ്മാർട്ട് ഫോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും പറഞ്ഞു ആളുകളുടെ ബിഹേവിയർ മാറുന്നുണ്ട്, വേഗം ആൻഡ്രോയിഡിലേക്ക് മാറും അല്ലെങ്കിൽ മറ്റേതെങ്കിലും OS ലേക്ക് മാറും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലോകം മുഴുവൻ കീഴടക്കിയത് ഈ OS വെച്ചിട്ടാണ്, ഇത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ അതിനെ ഉപേക്ഷിച്ച് പോയി. ഫോർഡിന് നോക്കിക്കും. ബ്ലാക്ക്ബെറിക്ക് സംഭവിച്ചത് എന്താ? ബ്ലാക്ക്ബെറിയുടെ ചാറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഫീച്ചേർഡ് ഫോണിലൂടെയുള്ള ബട്ടൺ വെച്ചിട്ടുള്ള ചാറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടത്. അതിൽ ആളുകൾ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വാട്സാപ്പ് പോലുള്ള ആപ്പുകളിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞതാ. ഒരു കാലത്ത് വിജയിച്ചു എന്ന് വിചാരിച്ചു ഒരു പ്രോഡക്റ്റും ഒരു ബിസിനസ്സും എക്കാലവും വിജയിക്കില്ല. കാരണം കസ്റ്റമർ നിങ്ങളെക്കാളും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി അവരുടെ അടുത്ത് എത്തുന്നവനാണ് യഥാർത്ഥ സക്സസ് ബിസിനസ്സുകാരൻ.